ആക്ച്വലി ഒരു സിനിമ പൊട്ടുക വിജയിക്കുക എന്നുള്ളത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരു ക്യാമ്പസ് ബേസ്ഡ് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ, ഒരു ഫുൾ പാക്ഡ് മൂവിയാണ്. ഒരു സിനിമ ചെയ്യാന്നുള്ളൊരു പരിപാടിയിൽ മാത്രമല്ലായിരുന്നു ഞങ്ങൾ മൊത്തത്തിലുള്ളത്. കാരണം ശരിക്കും ഒരു കോളേജിൽ പോണ ഒരു ഫീൽ തന്നെയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ തൊലിക്കട്ടി കൂടുതൽ നല്ലതാണ് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ. പുള്ളി തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് തൊലിക്കട്ടി എടുത്തോളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുന്നവരെ നമ്മൾ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് കാണുന്നത്. കാര്യം കണ്ടവരെല്ലാം തന്നെ പടത്തെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം. നമ്മളെ കണ്ട് നമുക്ക് കുറേ റെസ്പോൺസ് വരുന്നുണ്ട്. ആ ക്യാമ്പസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമ്മുടെ സിനിമ വഴി. നെഗറ്റീവ് റിവ്യൂ ഇട്ടുകൊണ്ട് നമ്മൾ സിനിമ എടുക്കില്ല എന്നുള്ളൊരു ധാരണ ഒന്നും എനിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഒന്നും എനിക്കില്ല. എനിക്ക് എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ 9 സിനിമ ഇങ്ങനെ വരുന്നത്. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ ആ ക്യാരക്ടറായിട്ട് ആൾക്കാർ കാണുന്നൊക്കെ. ഇപ്പം ഈ പ്രോസസ്സ് പഠിച്ചില്ലേ കറക്റ്റ്? ഇപ്പം ഇനി 1 കിലോ മത്തിക്ക് എത്രയോ വില എന്ന് മനസ്സിലായ? എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം തിരുവനന്തപുരത്തെ തിയേറ്ററിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രമിട്ട് ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന മാധ്യമ സമൂഹം എന്ന് പറയുന്ന അവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നവരാണ് ഇവര്, അല്ലാതെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരല്ല. റോഡ് സൈഡിലുള്ള തിയേറ്റർ ആണെങ്കിൽ ഗേറ്റിൽ ഹൗസ്ഫുൾ ബോർഡ് അങ്ങോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. ജയിക്കും, എന്തായാലും ജയിക്കും. എല്ലാ മണ്ഡലത്തിലും ജയം ഉറപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ പടം എന്ന് പറയുന്നത് പക്ക ക്യാമ്പസ് പടമാണ്. 3 വർഷം നമ്മളൊരു ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് 3rd ഇയറിൽ ഇറങ്ങി പോകുന്നതാണ്. ഞാൻ കഥ പറയുന്ന സമയത്ത് പ്രൊഡ്യൂസറോട് പറയുന്നുണ്ട്, സാർ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിലാണ് സിനിമയെ കാണേണ്ടത്. ഇപ്പോൾ നാളെ ഇന്നത്തോടുകൂടി എക്സാം എല്ലാം തീരുകയാണ്. എക്സാമിൻ്റെ ബഹളമൊക്കെ തീർന്ന് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഡെർബി കലഹമാണ് തിയേറ്ററിൽ. എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, കോളേജ് ക്യാമ്പസിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, +2 കഴിഞ്ഞവരോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രിക്ക് ഡെർബി പോയി ജോയിൻ ചെയ്യുക തിയേറ്ററിൽ പോയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ എല്ലാവരും പറയാനുള്ളത്, മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വീണ്ടും കോളേജ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. പിന്നെ നിങ്ങളെല്ലാവരുമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. വലിയ ബൂം ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയിട്ടില്ല, പക്ഷേ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ജെന്യൂൺലി പറയുകയാണെങ്കിൽ ഇന്നലെ നൈറ്റ് ഷോ മാത്രം 25 തിയേറ്റർ നമുക്ക് ഹൗസ്ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ട്. അതെ 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 നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഷോസ് ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഫീലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ തിയേറ്റേഴ്സ് എല്ലാം ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോ തിയേറ്റേഴ്സിൽ ജെനുവിൻ ഓഡിയൻസിൻ്റെ റെസ്പോൺസസ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർവെൽംഡ് ആയത്. പല രീതിയിലും അറ്റാക്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നേരിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ഹൗസ്ഫുൾ ഷോസിനൊക്കെ അവർ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തിരുന്നു. ക്യാരക്ടർ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. നല്ലൊരു ക്യാമ്പസ് എൻ്റർടൈനർ അടിപ്പടമാണ് ഡെർബി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടുതൽ ആൾക്കാരും ഷൈൻ ചേട്ടൻ്റെ ശിവയൊക്കെ ഒഴിച്ച് ഞങ്ങൾ ആക്ടേഴ്സ് കുറേ പേരെ എല്ലാവരും തുടക്കക്കാർ തന്നെയാണ്. ഞങ്ങളൊക്കെ കൂടുതലും 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ് മൻസൂർക്ക. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയല്ല. അപ്പോൾ ഒരു സിനിമ ഹിറ്റായാൽ മാത്രമാണ് അടുത്തൊരു പുതുമുഖ സംവിധായകന് ചാൻസ് ഉള്ളൂ. കാര്യം സാറിൻ്റെ അടുത്ത് ഒരുപാട് പുതുമുഖ സംവിധായകർ വരുന്നുണ്ട്. അപ്പോൾ സാറിനെ നമ്മളൊരു പടം ഹിറ്റായില്ലെങ്കിൽ അത് ബ്രേക്ക് ഇവനായി കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വെറുതെ ഡിഗ്രേഡ് ചെയ്തിട്ട് പോകരുത്. അതുപോലെ തന്നെ ഇത് അഭിയേട്ടൻ, അഭിനന്ദ് രാമാനുജം എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ തന്നെ ഗുഡ് ബാഡകൾ കഴിഞ്ഞതിന് ശേഷം എന്ന് ജോയിൻ ചെയ്യുന്ന നമ്മളെ പടത്തിലാണ്. അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ട്. പിന്നെ ജെറിൻ നമ്മുടെ എഡിറ്ററാണ്. നമ്മുടെ പടത്തിൻ്റെ നമ്മുടെ ഷെമി മുഹമ്മദിന് അസോസിയേറ്റ് ആയിരുന്ന ആളുടെ ഫസ്റ്റ് പടമാണ്. ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജെന്യൂൻ റിവ്യൂസ് വരുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ അമീനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അമീൻ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തെ ഫസ്റ്റ് മൈൻഡിൽ വന്ന ആളാണ് അമീൻ. അത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമീൻ ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്നിയ, പിന്നെ ഷെയ്ൻ ചേട്ടൻ. ജസ്നിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഞാൻ ഓരോരുത്തരും പറയുമ്പോൾ തീരുമാനം. സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് രാജാചേട്ടനാണ്. രാജാചേട്ടൻ ഒരു സറൗണ്ട് മിക്സിൽ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തിയേറ്ററിൽ കാണേണ്ട സാധനമാണ്. ഇതിനിപ്പം കാണാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഒരാൾ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ വെറുതെ മെസ്സേജ് അയച്ചു, ബ്രോ എവിടെന്നാ പടം കണ്ടതെന്ന്. മുംബൈയിൽ പടം റിലീസായിട്ടില്ല. അതാ അത്ഭുതം.
അയാൾ വന്നിട്ട് പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഉറങ്ങിപ്പോയിന്ന്. അപ്പം ഞാൻ ചുമ്മാ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു, ബ്രോ എവിടെന്നാ പടം കണ്ടതെന്ന്. ബർഗർ കഴിച്ചു. അപ്പോൾ ആ പുള്ളി പറയണത്, ബ്രോ ഞാൻ മുംബൈയിൽ നിന്നാണ് കണ്ടത്. മുംബൈയിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ആന്തേരി മാളിൽ നിന്നാണ്. അപ്പം ഞാൻ ആന്തേരി. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ അപ്പം വിളിച്ചു, നമ്മൾ അവിടെ എവിടെയെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇല്ലടാ, നമ്മൾ കേരളം മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ, ഇനി അടുത്ത വീക്കാണ് ബാക്കി പോണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ വരുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ ഗോപിച്ചേട്ടനാണ് നമ്മുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാര്യം പുള്ളിനെ ഇരുത്തി അങ്ങനെയല്ല, ഞാൻ എപ്പോഴും പുള്ളിയോട് പറയും നമുക്കിതിങ്ങനെ വേണ്ടത്, ഇതിങ്ങനെ വേണ്ടതെന്നിട്ട് ഇരുത്തി നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ്, ഞാൻ ആരെങ്കിലും വിട്ടുപോയിക്കണമെന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് പറയണമെങ്കിൽ അനു ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഫസ്റ്റ് ഡേ ഭയങ്കര എനർജിയിൽ വന്നിട്ട് പിന്നെ എങ്ങനെ ഡൗൺ ആയി, അതൊക്കെ ഇപ്പോൾ ഊർജിതമായിട്ട് വരുന്നുണ്ട്. കാരണം അനുവിന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, സുബർണക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആദമിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആദം നമ്മുടെ പടത്തിലെ നായകനാണ്. ആദം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫായിസ്, ശിവരാജ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമൻറ്റ്സ് ശിവനെ കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ PR പ്രേക്ഷേട്ടൻ, പിന്നെ ഇവിടുത്തെ PR മഞ്ജു ചേച്ചി, ഷെയിൻ ചേട്ടൻ, എല്ലാവരെയും പറഞ്ഞു. വളരെ സന്തോഷമായി. സിനിമയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു. എല്ലാ തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് കണ്ട് നമ്മൾ കുറേ പുതിയ ആളുകളും ഹൈടെക് ടെക്നീഷ്യൻസും ഹൈടെക് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും പുതിയ ആളുകളെല്ലാം കൂടിയിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണിത്. ഇത് നമുക്ക് വളരെ നല്ല റെസ്പോൺസാണ്, നല്ല ഔട്ട്പുട്ട് വളരെ നല്ലതായിരുന്നു. നല്ല റെസ്പോൺസും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ നിസാര പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ത്രെറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, നമ്മളൊരു സിനിമ എത്ര നന്നാക്കി എടുക്കുക എന്നതിനെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞ് നല്ലൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് PR വർക്ക്സ് ആണ്. ഷൈൻ ഭായ്, ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ പ്രൊഡ്യൂസറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അന്ന് വരുമ്പോൾ ഷാമിൽ വരുമ്പോൾ ഞാനും ശശിയേട്ടനും സോമൻ ചേട്ടനും പറഞ്ഞ ഡയലോഗ് കേട്ടിട്ടില്ലേ? അല്ല, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സിനിമ ഡെയിലി എല്ലാവരും പുതിയതാണ്. മമ്മൂക്കയും മോഹൻലാലും എല്ലാവരും പുതിയ ആൾക്കാരെ പോലെയാണ് ഇൻഡസ്ട്രിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ട്രൈ ചെയ്താലേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. കാരണം ഓരോ തിരയും പുതിയതല്ലേ. അതെ. ആ ഓരോ തിരയും ഫേസ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 30,000 തിര കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരുന്നാലും വരുന്നത് നെക്സ്റ്റ് ന്യൂ തിര അല്ലേ? കടലിൽ പോണ കാര്യമായിട്ടാ പറയണേ, മനസ്സിലായില്ലേ? അപ്പോൾ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയും തീരുന്നില്ല. ഡെയിലി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വളരെ നല്ലതാണ്. സിനിമ ഈസ് ഗുഡ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. നമ്മളെ പുതിയ ഈ ടീമിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ഞാനിതാ താങ്ക്സ് ഫോർ എവറിബഡി. ഞാൻ കണ്ടതിൽ വെച്ച് പുറത്തുനിന്ന് ഒരു ക്യാമറമാൻ വരുമ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡയറക്ടർ കൂടിയാണ് സാധാരണ വർക്ക് ചെയ്യാറ്. പക്ഷേ വരാൻ പോകുന്ന മുട്ടുകളുടെ കൂടെ മുന്നേ വർക്ക് ചെയ്ത് തുടങ്ങിയ മച്ചാനാണ്. കാരണം ആമയും ചെയ്യുന്നവരെ ലിജോ അങ്ങോട്ട് വിരിഞ്ഞുണ്ടായിരുന്നില്ല അല്ലേ? അതുവരെ ചെയ്ത പടങ്ങളൊക്കെ ക്ലാസ് ആയിരുന്നെങ്കിലും പക്ഷെ അന്ന് ആമേൻ ചെയ്യാൻ പുള്ളി കൂടെ നിന്നു അല്ലേ? നമ്മളന്ന് അഭിനന്ദ് ആമേൻ കണ്ട് നമ്മൾ അങ്ങ് വർണ്ണാഭമായ അങ്ങോട്ട് ഒരു എന്തങ്ങോട്ട് കൊടുത്ത് തിയേറ്ററിൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് മൂസയിലെ കുതിരമീൻ ഡബിൾ ബാരൽ. അങ്ങനെ ഞാൻ ലക്ഷദ്വീപ് വരെ ഒന്ന് പോയാലോ എന്ന് വരെ ചോദിച്ചു. പിന്നെ പക്ഷെ അവിടെ ജയിലൊന്നും തുറന്നിട്ടില്ല. ഇവിടുത്തെ പോലെ പോലീസില്ല, മദ്യമില്ല, മറ്റു ലഹരികളൊന്നും ഇല്ല എന്ന് കേട്ടപ്പോൾ ഞാൻ അതേ നിർത്തി അവിടെ. അത് കാരണം ഞാനും ഐതുകാലിക്കൊന്നും ഇവിടുന്ന് അനങ്ങിയിട്ടില്ല ലക്ഷദ്വീപിലേക്ക്. I'm very happy to be here because நான் வந்து அப்போ 2 படம் இருந்துச்சு. அப்போ வந்து ஐ கேம் டு மீட் சஜில். அப்போ ஜெரின் வந்து நான் முன்னாடி ஷமீரோட ஒர்க் பண்ணும்போது ஜெரினை வந்து தெரியும். ஸோ ஜெரின் ஒன்லி கால் மீ ஃபார் திஸ் ஃபில்ம். ஹி செட் இந்த மாதிரி ஒரு காலேஜ் கேம்பஸ் படம் அப்படின்னு சொல்லி ஜெரினும் நசீரும் ஃபோன் பண்ணி கூப்பிட்டாங்க. கேம்பஸ் படமா? அப்போ ஃபுல் படம் கேம்பஸ்லேயே இருக்கும் அப்படின்னோடனே கேம்பஸ்லாம் லொக்கேஷன்லாம் பார்த்தாச்சான்னு கேட்டால் வி ஆல்ரெடி சா த லொக்கேஷன் அப்படின்னாங்க. ஸோ தென் ஐ கேம் டவுன். ஸோ நான் வந்து சஜில மீட் பண்ண வந்தபோது லிஜோவோட அசிஸ்டன்ட் அவர். நான் லிஜோ கூட ஒர்க் பண்ணும்போது இல்லை, அதுக்கப்புறம் நான் லிஜோ கூட ஒர்க் பண்ணும்போது ஒரு ஸ்கூலில் படிச்சிருப்பாருன்னு நினைக்கிறேன்.
So I came and met Sajil. Then there was another film with a big director and a big hero. But after meeting Sajil, I wanted to do this film. Because Sajil எப்படின்னா சஜிலோட முன்னாடி படத்தில் ஜெரின் வந்து அசோசியேட் எடிட்டர். He wanted to give Jerin a chance. So அந்த மாதிரி he had selected lot of people. He wanted to give lot of chances like how he had got a chance. So I wanted to work with this younger team. The day I met him, I understood this was his second film. But today I'll say he'll at least minimum do another 28 films in this industry. That is for sure. He'll stay for another 3 decades for sure. എനിക്കെപ്പോഴും അഭിനന്ദന്റെ സെലക്ഷൻ പറയാം. പുതിയതായി തുടങ്ങാനിരിക്കുന്ന ഒരു അമുട്ടാണ് പുള്ളി കയറി പിടിക്കുന്നത്. അപ്പോൾ അമുട്ടായിട്ട് പുള്ളി പിടിക്കാൻ താല്പര്യമില്ല. കടകൻ എന്നുള്ള പടം കണ്ടിട്ടില്ലേ? അല്ലല്ല, പുള്ളി കണ്ടിട്ടുണ്ട്, അഭിനന്ദൻ കണ്ടിട്ടുണ്ടോ? റിസേർച്ച്ഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ കടകൻ ഞാൻ പിന്നീടാണ് കാണുന്നത് അഭിനയിച്ചതിന് ശേഷം. എൻ്റെ അടുത്ത് ഹുവൈസ പറയണത് അതിന് മുമ്പ്. ഓക്കെ, വന്നതായിരുന്നു. എനിക്കൊരു ക്യാരക്ടർ അതിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? அப்போ சஜில் பற்றி சொல்லணும்னா இந்த டீமில் ஆக்சுவலி நான் ப்ரொடியூசர், அப்புறம் ஷைன், நசீர், இன்னும் ஒரு 2-3 பேர் தான் வந்து above 35 or above 40 above 35. அப்புறம் சஜிலோட மொத்த டீமோட ஏஜ் நீங்கள் ஆவரேஜாக போட்டு பார்த்தீங்கன்னா 25 தான் இருக்கும். அவரோட ஏடிஸாக இருக்கட்டும், ஒரே ஒரு அசோசியேட் மட்டும்தான் கொஞ்சம் ஏஜ் ஜாஸ்தி. ஸோ ஹி ஹேட் அ என்டையர், அதாவது சஜிலோட ஸ்ட்ரக்சர் எப்படின்னா இப்போது ஷமீரோட ஒர்க் பண்ணார் இவர் அசிஸ்டண்ட்டாக. ஸோ ஹீ கேவ் அ சான்ஸ் லைக் தட் ஹூஎவர் ஹி ஹஸ் மெட் இன் இஸ் ஜர்னி ஹி ஹஸ் brought everybody along. இப்போ அதே மாதிரி தான் மன்சூர்காவை பிடிச்சாரு. ஸோ ஃப்ரம் திஸ் ஃபிலிம் ஹீல் அட்லீஸ்ட் மேக் 4-5 பீப்புள் அவுட் ஆஃப் இட். அண்ட் என்ன சொல்கிறது, இது வந்து ஒரு பிரான்ச் மாதிரி ஹீ இஸ் லைக் கிவிங் சான்சஸ் டு எவ்ரிபடி. ஹி ஹஸ் கம் த்ரூ ஹிஸ் ஜேர்னி. ஸோ அந்த மாதிரி இதுலேருந்து நிறைய பேருக்கு இன்னும் ஒரு 5 ஃபிலிம்ஸ் அவுட் ஆஃப் திஸ் வில் பி மேட். ஐ பிலீவ் தட். அண்ட் அப்புறம் இங்கே உட்காந்துருக்க இப்போ ரொம்ப குவைட்டாக உட்காந்துருக்காங்களே சிவா, ஃபாயிஸு, அப்புறம் சாபிக், சுப்பர்ணா, அனு, அமீன், ஜஸ்னியா, இவங்க எல்லாருமே வந்து இன்னும் ஒரு ஷைன் ஏற்கனவே வந்தாச்சு. ஸோ அதனால ஸோ இவங்க எல்லாருமே நெக்ஸ்ட்டு 5 இயர்ஸில் ஒவ்வொருத்தரும் ஒவ்வொரு சூப்பர் ஸ்டார் அந்த ரேஞ்சில் இருப்பாங்க. அண்ட் they'll be ruling this Malayalam industry because I saw their talent. இது வந்து எப்படி சங்கர் சார் வந்து பாய்ஸ்ன்னு ஒரு படம் பயங்கர ஹை பட்ஜெட்டில் அப்படி எடுத்தாரு. ஸோ இந்த படத்துல இருந்து நிறைய ஸ்டார்ஸ் வெளில வருவாங்க. அண்ட் இட் வாஸ் வெரி ஹாப்பி டு ஒர்க் வித் கோபி சுந்தர் சாரோட சாங்ஸ்க்கு ஷூட் பண்ணதுக்கு ரொம்ப ஹாப்பி. அப்புறம் ஜெரின் கூட ஒர்க் பண்ணதில் பயங்கர ஹாப்பி. ஷமீரோட அசிஸ்டண்ட்டாக தெரியும். அதே மாதிரி இதில் புது 2 ரைட்டர்ஸை இன்ட்ரடியூஸ் பண்ணியிருக்காரு, ஜெஹரு அண்ட் அவர்கிட்ட 2 பேரும் செட்டில் அப்படியே இப்படி நடந்துட்டு இருப்பாங்க. என்னன்னு கேட்டால் நாங்கள் அது என்ன டைலாக் அது சொல்லுங்களா ஒரே தெரியும். நாங்கள் கன்சீவ் பண்ண மாதிரி இல்லை, அப்போ என்ன கன்சீவ் பண்ணீங்க சொல்லுங்கள், அந்த மாதிரி எடுத்து தந்துடுறேன் அப்படின்னு சொல்லியிருப்பேன். ஸோ இட் வாஸ் வெரி குட் எக்ஸ்பீரியன்ஸ். இவங்க கூட ஒர்க் பண்ணும்போது எனக்கும் ஒரு 5-10 இயர்ஸ் ഏജ് കമ്മിயான மாதிரி. ഞാൻ സാധാരണ ഒരു പടം കഴിയുമ്പോഴേക്കും ഡയറക്ടറും അഭിനന്ദനായിട്ട് കൂളല്ലേ പടം കഴിഞ്ഞാലും. ഈസ് നൈസ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, ഡയറക്ടർ, ക്യാമറമാൻ, ബാക്കി എല്ലായിടത്തും കുറച്ച് ഈഗോ ക്ലാഷസ് ഉണ്ടാവും. இது ஹஸ்பண்ட் ஒய்ஃபோட பிரதர் மாதிரி ஆயிடுச்சு. சின்ன தம்பி இது அந்த மாதிரி. பிரதர் மீன்ஸ் இட்ஸ் நம்ம ஒய்ஃப்னா கூட டைவர்ஸ் பண்ற சான்ஸ் இருக்கு. இவர் தம்பியா ஆயிட்டாரு. ஸோ அதனால அண்ணன் தம்பி. ஆல் த ஏடிஸ் இன் த ஃபிலிம் வேர் ஆல்சோ குட் லுக்கிங். நம்ம மோனுவோட பேர் வந்து ஷமீன் ஃபரான், பயங்கரமான துல்கர் ஃபேன். அவர் வந்து நல்லா லைக் ஜிஷ்ணு, எட்ஸா, அதுக்கப்புறம் ரெஜில், நிவின் எல்லாருமே ரொம்ப நல்லா ஒர்க் பண்ணாங்க. ஸோ தே ஆல் வேர் லைக் ஒரு ஃப்ரெண்ட்ஸு கூட ஷார்ட் ஃபிலிம் எடுத்தால் என்ன வைப் இருக்குமோ அந்த வைப்பில் எவ்ரிபடி ஒர்க்ட். இட் வாஸ் நாட் லைக் த ஏடிஸ் ஆர் ஒர்க்கிங் ஃபார் ஹிம், தே ஆர் ஒர்க்கிங் அலாங் வித் ஹிம். இட் வாஸ் லைக் தட். அண்ட் ஐ சா கிரேட் பொட்டன்ஷியல் இன் ஆல் த ஆக்டர்ஸ். சிவாலாம் ஒவ்வொரு ஃப்ரேமில் ஹில் ப்ரூவ். சாபிக் வந்து ஏற்கனவே ஒரு ஸ்டார் மெட்டீரியல். அமீனும் அதே மாதிரி தான். ஸோ சைலண்டாக இருக்கு. அமீன் இங்கே மட்டும் தான் ஓடிட்டு இருக்குன்னு சம்சயம். அமீன் வந்து இந்த படத்துல வந்து இப்பயே சேலரி ட்ரிபிள் ஆயிடுச்சு. இன்னும் 1 இயர்ல வந்து அந்த ட்ரிபிள்ல இருந்து இன்னும் ட்ரிபிள் ஆகும். அப்படி ஜஸ்னியா கிரேட் டான்சர், சுப்பர்ணா வந்து ஒரு டான்ஸ் டீச்சர். இன்னும் ஒரு ஹீரோயின் இருக்காங்க, அவங்க வரல. இந்த அனு வந்து இன்னொரு பிரதர். ஸோ அதனால ஆடம் பற்றி சொல்லிட்டு
யார் சிஸ்டர்? யாரை சிஸ்டராக சொல்லலாம்? மஞ்சு சேச்சி சிஸ்டர். அப்புறம் ஜஸ்னியோட அம்மா வந்து சிஸ்டர். എനിക്ക് ലോട്ട് ഓഫ് സിസ്റ്റേഴ്സ് இருக்கு இங்க. ஆல் இந்தியன்ஸ் ஆர் மை பிரதர்ஸ் அண்ட் சரி, இப்போ ஜெரின்ட்ட கொடுக்குறேன். அப்புறம் மஞ்சூர்க்கா வச்சு ரொம்ப ஹாப்பி. நம்ம எப்படின்னா ஒரு ஐடியா ஃபார்ம் பண்ணிட்டு இப்போ நிறைய சேஞ்சஸ் நடக்கும். அப்போ உடனே மஞ்சூர்காக்கு ஒரு மெசேஜ் போடுவோம், சேட்டா வி ஹவ் பிளான்ட் ஆல் திஸ். தென் இமிடியட்லி he'll send a go ahead. அந்த go ahead கிடைச்ச உடனே வில் ஸ்டார்ட் ப்ராசஸிங் இட். அண்ட் ஹீஸ் பீன் வெரி சப்போர்ட்டிவ். ஹீஸ் ஆக்சுவலி அ வெரி குட் ப்ரொடியூசர். வி நீட் அ ப்ரொடியூசர் லைக் ஹிம் இன் மலையாளம் இண்டஸ்ட்ரி. இப்போ நம்ம வந்து ஒரு பேட் ஃபில்ம் எடுத்துகிட்டு அதை வந்து நீங்கள் புஷ் பண்ணி ஹிட் ஆக்கிடுங்கன்னு சொல்ல. இந்த படத்தை பார்த்த எல்லாருமே they said it's very good. Only people who have not seen this film have told very bad things about the film. People who have seen the film, we were also very happy because நம்ம ஷோ போய் பார்க்கும்போது not even 1% or when you see a film you won't feel anything bad about this film. Everything about this film is good. So if this film works, he'll at least introduce another 5 directors, 5 new directors to the industry, and he's a very capable producer. Soon he'll be making bigger films in this industry. Please make him இவரை சர்வை பண்ண விடுங்க. Thank you.